നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത മാർപ്പാപ്പ ഇന്ത്യയിൽ നിന്നോ അതോ കേരളത്തിൽ നിന്നോ എന്നറിയാൻ ഇനി 4 ദിവസങ്ങൾ ബാക്കി. ഇന്ത്യയിൽ നിന്ന് വോട്ടവകാശമുള്ള 4 കർദിനാൾമാർ ഈ മാസം 7-ന് വത്തിക്കാൻ സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കർദിനാൾമാരായ ഫിലിപ്പ് നേരി ഫെറാവോ, ബസേലിയോസ് ക്ലിമിസ് ആന്റണി പൂല, ജോർജ് ജേക്കബ് കുവക്കാട് എന്നിവർക്കാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത്. ഇതിൽ ബസേലിയോസ് ക്ലിമിസ് ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുത്ത കഴിഞ്ഞ കോൺക്ലേവിൽ പങ്കെടുത്തയാളാണ്. അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് നടക്കുന്ന വത്തിക്കാനിലെ വിഖ്യാതമായ സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ വെള്ളിയാഴ്ച ചിമ്മിനി സ്ഥാപിച്ചു കഴിഞ്ഞു. വോട്ടെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പുകക്കുഴയിൽ നിന്ന് വെളുത്ത പുക പുറത്തേക്ക് വരും. അടുത്ത പോപ്പ് ഇന്ത്യക്കാരനോ മലയാളിയോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് ഓരോ ഇന്ത്യക്കാരനും. അടുത്ത ആഴ്ച ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയായിരിക്കും മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ്. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചെത്തുന്ന 133 കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിൽ പുറലോകവുമായി ബന്ധമില്ലാതെ യോഗം ചേർന്നാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. പത്രങ്ങൾ വായിക്കുകയോ TV കാണുകയോ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യാൻ ഇവർക്ക് അനുവാദമുണ്ടായിരിക്കില്ല. 7-ാം തീയതി വൈകുന്നേരം തന്നെ വോട്ടെടുപ്പ് തുടങ്ങാമെന്നിരിക്കെ കോൺക്ലേവിന്റെ ഓരോ മണിക്കൂറും അതിനിർണായകമായിരിക്കും. 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ ഓരോ 2 വട്ടം വോട്ടെടുപ്പിന് ശേഷം രാസവസ്തുക്കൾ ചേർത്ത് കത്തിക്കും. ഇതോടെ കറുത്ത പുക ചിമ്മിനി വഴി ദൃശ്യമാകും. വോട്ടെടുപ്പ് പരാജയപ്പെട്ടെന്ന അറിയിപ്പാണിത്. വോട്ടെടുപ്പ് വിജയകരമായാൽ ബാലറ്റുകൾ ക്ലോറേറ്റ്, ലാക്ടോസ്, ക്ലോറോഫോം, റെസിൻ എന്നിവ ചേർത്ത് കത്തിക്കുമ്പോൾ വെളുത്ത പുക ഉയരും. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ പോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് വ്യക്തമാവുകയും ചെയ്യും. 2005-ലും 2013-ലും വോട്ടെടുപ്പ് 2 ദിവസം നീണ്ടു നിന്നിരുന്നു. 3 ദിവസത്തിന് ശേഷവും ആരും വിജയിക്കുന്നില്ലെങ്കിൽ അടുത്ത ദിവസം പ്രാർത്ഥനയും ചർച്ചകളും നടത്തിയ ശേഷം അടുത്ത 2-ാം ഘട്ടം വോട്ടെടുപ്പിലേക്ക് നീങ്ങും. പുതിയ പാപ്പയുടെ സ്ഥാനാരോഹണം മെയ് 3-ാം വാരം നടക്കുമെന്നാണ് കരുതുന്നത്. 3-ൽ 2 ഭൂരിപക്ഷം നേടുന്നതിനായി കോൺക്ലേവിൽ ഓരോ ദിവസവും 4 റൗണ്ട് വോട്ടെടുപ്പ് വരെ നടക്കും. ഈ സാഹചര്യത്തിലും തീരുമാനമുണ്ടായില്ലെങ്കിൽ അവസാന റൗണ്ടിൽ എത്തുന്ന 2 പേർ തമ്മിലാകും മത്സരം. 1271 ഗ്രിഗറി 10-ാമൻ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ പാപ്പൽ കോൺക്ലേവ് കടുത്ത രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ഏകദേശം 3 വർഷം എടുത്തു എന്നതും മറ്റൊരു ചരിത്രം. കർദിനാൾമാർ കോൺക്ലേവ് പൂർത്തിയാകും വരെ സിസ്റ്റൈൻ ചാപ്പലിൽ തന്നെ കഴിയണമെന്നതായിരുന്നു നേരത്തെയുള്ള രീതി. ജോൺ പോൾ 2-ാമനാണ് ഇത് മാറ്റി കോൺക്ലേവ് ചേരാത്ത സമയത്ത് കർദിനാൾമാർക്ക് വത്തിക്കാൻ കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമായ സാന്താ മാർത്ത അതിഥി മന്ദിരത്തിൽ താമസിക്കാമെന്ന് വ്യവസ്ഥ ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ ഈ മാസം 7-ന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ളവരിലെ ഏറ്റവും മുതിർന്നയാൾ മാഡ്രിഡിലെ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് ഒസേറോ സിറയാണ്. ഇപ്പോൾ വോട്ടവകാശമുള്ള 135 പേരിൽ ഇറ്റാലിയൻ കർദിനാൾ ആഞ്ചലോ ബെച്ചുവും സ്പെയിനിലെ കർദിനാൾ ആന്റോണിയോ കന്നിസാരെ ലൊവേറയും ആരോഗ്യപരമായ കാരണങ്ങളാൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലയിൽ 133 കർദിനാൾമാർക്കായിരിക്കും അടുത്ത കോൺക്ലേവിൽ വോട്ടവകാശം ഉണ്ടായിരിക്കുക. ഇവരിൽ 108 പേരെയും നിയമിച്ചത് കഴിഞ്ഞ മാസം ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയാണ്. ഇവരിൽ 20 പേർ കഴിഞ്ഞ ഡിസംബറിലാണ് നിയമിതരായത്. അഴിമതി കേസിൽ ഉൾപ്പെട്ട കർദിനാൾ ആഞ്ചലോ ബെച്ചു പങ്കെടുക്കേണ്ടതില്ലെന്ന് കർദിനാൾമാരുടെ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ വോട്ടർമാരുടെ എണ്ണം 120 എന്ന് നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും 80 വയസ്സ് എന്ന പ്രായപരിധിയിലുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ടെന്ന് കർദിനാൾമാരുടെ യോഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. കോൺക്ലേവ് കാലത്ത് വോട്ടർമാരുടെ വിശ്രമ സ്ഥലമായ സാന്താ മാർത്ത അതിഥി മന്ദിരത്തിൽ നിന്ന് കർദിനാൾമാരെ ഉൾപ്പെടെ സുരക്ഷിത സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു. നാളെ കർദിനാൾമാർക്കായി ഈ മന്ദിരം വീണ്ടും താമസ സജ്ജമാകും. കോൺക്ലേവിന് മുന്നോടിയായി മെയ് 7-ന് രാവിലെ 10-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾമാർ ഒന്നടങ്കം കുർബാനയിൽ പങ്കെടുക്കും. വോട്ടർമാരായ കർദിനാൾമാർ ഉച്ചകഴിഞ്ഞ് 4:15-ന് പൗളീൻ ചാപ്പലിൽ ഒത്തുചേർന്നിട്ടാവും സകല വിശുദ്ധരുടെയും ലുത്തീനിയ ചൊല്ലിക്കൊണ്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നീങ്ങുക. കോൺക്ലേവ് ആരംഭിക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ കർദിനാൾമാർക്ക് പരസ്പരം മനസ്സിലാക്കാനും അടുത്തിടപഴകാനും അവസരം ലഭിക്കും. ഫ്രാൻസിസ് പാപ്പയെ പോലെ അശരണർക്ക് വേണ്ടിയും യുദ്ധത്തിനെതിരെയും നിലകൊള്ളണമെന്ന നിലപാടുള്ളവരാണ് പാപ്പൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള മിക്ക കർദിനാൾമാരും. എന്നാൽ യാഥാസ്ഥിതികവാദികളായ കർദിനാൾമാർ മുൻ മാർപ്പാപ്പമാരായ ജോൺ പോൾ 2-ാമനെയും ബെനഡിക്ട് 16-ാമനെയും പോലെ സഭയുടെ ഐക്യത്തിലും ഏകീകരണത്തിലും ശ്രദ്ധ ചെലുത്തണമെന്ന് വാദിക്കുന്നവരാണ്. കോൺക്ലേവ് ആരംഭിച്ചാൽ കർദിനാൾമാർക്ക് പുറംലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ഫോൺ അടക്കമുള്ള വാർത്താവിനിമയ ഉപാധികളും ഉപയോഗിക്കാനാകില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ
പുതിയ പാപ്പയെ തിരഞ്ഞെടുത്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതനായ പാപ്പ പദവി സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ഔദ്യോഗികമായി ചോദിക്കും. സമ്മതം മൂളിയാൽ പുതിയ പാപ്പയ്ക്ക് തന്റെ ഔദ്യോഗിക നാമം സ്വയം തിരഞ്ഞെടുക്കാം. 2005 ബെനഡിക്ട് പാപ്പയ്ക്ക് വോട്ടെടുപ്പിന് 4ാം റൗണ്ടിലും 2013 ഫ്രാൻസിസ് പാപ്പയ്ക്ക് 5ാം റൗണ്ടിലുമാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ലൈംഗികതയിലും അഭയാർത്ഥി പ്രശ്നത്തിലും അടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളെ പിന്തുടരുന്നവരും പരമ്പരാഗത രീതികൾ കർശനമായി പിന്തുടരണമെന്ന് താൽപര്യപ്പെടുന്ന യാഥാസ്ഥിതികവാദികളും തമ്മിലുള്ള ഭിന്നതകൾ കടുത്താൽ കോൺക്ലേവ് നീണ്ടുപോകുമെന്നാണ് വത്തിക്കാൻ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതീവ രഹസ്യ സ്വഭാവത്തോടെ നടക്കുന്ന കോൺക്ലേവിന്റെ മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾക്ക് സിസ്റ്റൈൻ ചാപ്പൽ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രമാകും വിശ്വാസികൾക്ക് മുന്നിൽ ഇനി ചാപ്പൽ തുറക്കുക. ലോകത്തിന്റെ എല്ലാ കണ്ണുകളും സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിമ്മിനിയിലേക്കാണ്. തുരുമ്പിന്റെ നിറമുള്ള ചിമ്മിനി പൈപ്പാണ് ജീവനക്കാർ ടെറാക്കോട്ട ടൈലുകളുള്ള മേൽക്കൂരയിൽ സ്ഥാപിച്ചത്. മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന 15ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ചെറിയ ദേവാലയമാണ് സിസ്റ്റൈൻ ചാപ്പൽ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ എവിടെ നിന്നും ദൃശ്യമാകുന്ന രീതിയിലാണ് ചിമ്മിനി സ്ഥാപിച്ചിട്ടുള്ളത്. കോൺക്ലേവ് ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തുക.